ലൈവിൽ ഷാനവാസ് അക്ബറിൻ്റെ അടുത്ത് സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അക്ബറിനെയാണ് സീക്രട്ട് ടാസ്കിൻ്റെ സഹായിയായിട്ട് ഷാനവാസ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ലക്ഷ്മീനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അക്ബറിനെയാണ് ഷാനവാസ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് മാത്രമാണ് സീക്രട്ട് ടാസ്കിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. ഇനി 6 പേരെ അവർക്ക് മൊത്തം ആദിലയ്ക്കെതിരെ വോട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഓൾറെഡി അക്ബറും ഷാനവാസും വോട്ട് ചെയ്യും, അതുകൂടാതെ 4 പേരെ കൂടി അവർക്ക് കൺവിൻസ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് അക്ബർ ആര്യനെയും അതുപോലെ നെവിനെയും കൺവിൻസ് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഷാനവാസ് ലക്ഷ്മിയെയും സാബുമാനെയും കൺവിൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം ടോട്ടൽ 6 വോട്ടുകൾ ആദിലയ്ക്കെതിരെ ഇവർ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടുപിടിക്കുന്ന അക്ബറും ഷാനവാസും കൺവിൻസ് ചെയ്യുന്ന 4 പേർക്കും ചെറിയൊരു സർപ്രൈസ് ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈ 4 പേരോടും പറഞ്ഞിരിക്കുന്നത് ഇത് ഷാനവാസിന് കിട്ടിയൊരു സീക്രട്ട് ടാസ്ക് ആണ്, പക്ഷേ ഒരാൾ റിയൽ ആയിട്ട് തന്നെ എവിക്റ്റ് ആകും. അയാൾക്കൊരു സസ്പെൻഷൻ പോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ തിരിച്ച് കയറിയേക്കാം എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഒരു സസ്പെൻഷനായിട്ട് റിയൽ ആയിട്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഒരാൾ എവിക്റ്റ് ആകും എന്നാണ് ബാക്കി 4 പേരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ കാര്യം പറഞ്ഞിരിക്കുന്നത് അക്ബറിൻ്റെ അടുത്ത് മാത്രമാണ്. ഷാനവാസിനും അക്ബറിനും മാത്രമാണ് ശരിക്കും പോകുന്നില്ല, ഇതൊരു പ്രാങ്ക് ആണെന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഷാനവാസ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് അത് കുളമാക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. കാരണം 2ാമത്തെ തവണ കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിച്ചപ്പോൾ ചെറിയ കുളമാക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. മാത്രമല്ല അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഷാനവാസിന് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പിച്ചെങ്കിലും അവസാനം ഫൈനലി ഇത് നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രൊമോയ്ക്കകത്ത് അതിൽ എവിക്റ്റ് ആകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നതും അനുമോള് കണ്ണ് നിറഞ്ഞൊഴുകി യാത്ര അയക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. എന്തായാലും ലൈവിൽ ഉടൻ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ്റെ ഇത് വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പേ തന്നെ എപ്പിസോഡിലൂടെ ഇത് കാണിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.